വാർത്തകളിലേക്ക്. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കി വിശ്വാസികൾ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധിച്ചത്. ഒപ്പം തന്നെ ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കത്തിൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട്. കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നുണ്ട്. അരുൺ, എന്തായാലും പ്രതിഷേധം ഒരു വശത്ത് കനക്കുകയാണ്, മറുവശത്ത് അന്വേഷണം ഏതു തരത്തിലാണ്? തീർച്ചയായിട്ടും ഈ ധർമ്മസ്ഥലയിൽ നിറം പിടിപ്പിച്ച കഥകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടെയാണ് വിശ്വാസികൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. സ്ത്രീകളും കുട്ടികളും ഒപ്പം വൃദ്ധരായ ആളുകളും ഉൾപ്പെടെയാണ് ഈ പ്ലക്കാർഡുകളും മറ്റുമൊക്കെ പിടിച്ച് ക്ഷേത്രത്തെ തകർക്കാനുള്ള നീക്കം അത് അംഗീകരിക്കാനാവില്ല, ഒപ്പം തന്നെ ഈ വിഷയത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെ കൃത്യമായി അന്വേഷിക്കണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് അവർ പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസ് ഈ സ്റ്റേഷന് മുന്നിൽ നിന്ന് ഇത്തരത്തിൽ സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ നിന്ന് പ്രതിഷേധിക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞതോടുകൂടി പ്രതിഷേധം അവർ ഈ സ്റ്റേഷന്റെ പുറത്ത് റോഡിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന കാര്യമാണ്. അതായത് അന്വേഷണം നടക്കുന്നു. പല ഭാഗത്തായിട്ട് ഈ മുഖംമൂടി ധരിച്ച ആ ഒരു ശുചീകരണ തൊഴിലാളി എന്ന് അവകാശപ്പെടുന്ന കോൺട്രാക്ടർ, ആ കരാറുകാരൻ പലയിടത്തായിട്ട് കുഴിക്കാൻ പറയുന്നു. അവിടെയൊക്കെ ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും മറ്റുമൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ പിന്നീട് അവിടുത്തെ ആ കുഴി തോണ്ടി പരിശോധന നടത്തുന്നു. കർണാടക സർക്കാർ, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ സംഘം SIT പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. അതിൽ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ SIT ടീം രൂപീകരിച്ചത്. ആ SIT ടീം പരിശോധന നടത്തിയതിൽ നിന്നും അവിടെ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നീട് അവർ ഈ മുഖംമൂടി ധരിച്ച ആളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ മുഖംമൂടി ധരിച്ച വ്യക്തിക്ക് പുറത്തു നിന്ന് പലതരത്തിൽ ആളുകൾ പറഞ്ഞു കൊടുത്ത രീതിയിൽ താൻ പറഞ്ഞതാണ്, അതിൽ ഉപരി ഇതെല്ലാം താൻ പറഞ്ഞതൊന്നും സത്യമായ കാര്യമല്ല എന്ന് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇത് ആരുടെയൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ നോക്കുമ്പോൾ അവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം അവർക്ക് ഏതെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണെങ്കിലും തൊഴിലിനാണെങ്കിലും മറ്റുമൊക്കെ വലിയ ആശ്രയമാകുന്നത് ഈ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ അധികൃതരുമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ അധികാരികളിൽ നിന്നുമൊക്കെ തങ്ങൾക്ക് എപ്പോഴും ഗുണം മാത്രം ഉണ്ടാവുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ പറ്റി ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് അവർ ആ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ജനങ്ങൾക്ക് തന്നെ വലിയ ഒരു ഞെട്ടലായിരുന്നു ഈ വിഷയം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ ഓരോ കള്ളങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു വന്ന സാഹചര്യത്തിൽ, അതായത് ആദ്യം ഈ മുഖംമൂടി ധരിച്ച വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ തന്നെ പച്ചക്കള്ളമാണെന്നുള്ളത് ഒരു വശത്ത് പുറത്തു വന്നു. മറുവശത്താണെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്ത് വരുന്നു. പക്ഷേ ആ സ്ത്രീക്ക് മകൾ തന്നെ ഇല്ല, അങ്ങനെ ഒരു മകൾ തന്നെ ഇല്ല എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ വിശ്വാസികളല്ല, ധർമ്മസ്ഥലയിൽ നിന്നും ഏകദേശം 10-30 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള വിശ്വാസികളാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അങ്ങനെ ഓരോ നാടുകളിൽ നിന്നും, അതായത് ഈ ക്ഷേത്രത്തിലെ ഡിവോട്ടീസ് ആയിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള വിവിധ നാടുകളിൽ നിന്നുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ധർമ്മസ്ഥലയിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാന രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചിലപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ വിശ്വാസികളുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ഇതുവരെ മലയാള മാധ്യമങ്ങളിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളുടെ സ്ക്രീനിൽ അത് കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ശബരിമലയിലൊക്കെ വിശ്വാസികൾ പ്രതിഷേധിച്ചപ്പോൾ അതിനെ പലതരത്തിൽ വളച്ചൊടിച്ച ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അതേ രീതിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം പലരും കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് തന്നെ വിശ്വാസികൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ്. മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരാണ് BJPക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘപരിവാറിനെയൊക്കെ ബന്ധപ്പെടുത്താനൊക്കെ കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യയെ പോലുള്ള ആളുകളൊക്കെ എപ്പോഴും ഇടത് ജിഹാദി താല്പര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ജിഹാദി താല്പര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നുള്ള ആക്ഷേപം പലപ്പോഴും നിലനിൽക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ യാതൊരു തുമ്പും ലഭിക്കാതെ ഈ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ, അതിൽ തന്നെ DK
ശിവകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതിൽ ഏതൊക്കെയോ ഗൂഢാലോചനയുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. അതായത് ഇത് BJP-യോ അതല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസികളോ മാത്രമല്ല, DK ശിവകുമാറിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത്. ആ സാഹചര്യത്തിൽ കൂടെയാണ് വിശ്വാസി സമൂഹം അതിൽ വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യവുമായിട്ട് പ്രതിഷേധവുമായിട്ടൊക്കെ പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ധർമ്മസ്ഥലയിൽ നിന്നും അരുൺ ആലത്തൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.